ഇഷിബ എന്ന് പറയുന്ന അവിടുത്തെ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് ട്രംപുമായിട്ട് യോജിച്ചു പോയില്ല. അതിൻ്റെ പേരിൽ ഈ അമേരിക്കൻ ടാരിഫ് ജപ്പാന്റെ മേളിൽ വന്നപ്പോൾ അവരുടെ എക്കോണമിയെ ഡീപ്പായിട്ട് ബാധിച്ചു. ഇന്ത്യൻ എക്കോണമി ഇന്ത്യക്ക് അത് പിന്നീട് അവർ സൈൻ ചെയ്തേക്കുന്ന 15% അമേരിക്കൻ ടാരിഫ് അതുപോലും ജപ്പാൻകാർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. അതും കുറയ്ക്കണമെന്ന് അവർ പറയുന്നത്. അത് അമേരിക്കയുമായി ചർച്ച ചെയ്ത് വിട്ടുവീഴ്ച ഉണ്ടാകണം. കാരണം ജാപ്പനീസ് എക്കോണമിയെ ബാധിക്കും. അതായത് അയാളുടെ പാർട്ടിക്കകത്ത് LDPക്കകത്ത് അയാൾക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. LDPക്കകത്ത് വലിയൊരു ഭാഗം അയാളെ സപ്പോർട്ട് ചെയ്യുന്നവര് എലക്റ്റഡ് മെമ്പേഴ്സ് അപ്പർ ഹൗസിലും ലോവർ ഹൗസിലും ഇയാൾക്കെതിരായി. കാരണം അവർ അമേരിക്കൻ പോളിസിയാണ് കൂടുതൽ പിന്തുണയ്ക്കുന്നത്. അമേരിക്കയാണ് സെക്യൂരിറ്റി കൊടുക്കുന്നത്. അമേരിക്കയുമായിട്ട് പ്രോപ്പർ ബിസിനസ് കരാറിൽ 0 ഒപ്പുവെക്കണം എന്നാണ് അവർ പറയുന്നത്. ടാരിഫ് അല്ലെങ്കിൽ മാക്സിമം 5 അല്ലെ 10%, 15 ജാപ്പനീസ് എക്കോണമിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അതിൻ്റെ പേരിലാണ് അയാൾ തോറ്റുപോയത്, ഭയങ്കരമായിട്ട് തോറ്റുപോയി. എന്നിട്ട് അവസാനം നിവർത്തിയില്ലാതെ അയാളുടെ പാർട്ടി തന്നെ ശിഥിലമായോ. അതിൻ്റെ പേരിൽ അയാൾ രാജിവെച്ചു. അതായത് കെയർ ടേക്കറായിട്ടിരിക്കുന്ന സമയമായിരുന്നു. അതിന് രാജിവെക്കാനുള്ള ഡേറ്റ് ഈ സൈൻ ചെയ്ത് രാജിവെക്കുക, അതായത് ട്രേഡ് ഡീൽ സൈൻ ചെയ്ത് രാജിവെക്കാൻ അയാൾ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പോകുന്നത്. ഇന്ത്യൻ പത്രങ്ങൾ എന്തൊക്കെയോ എഴുതി. ഞാൻ പറഞ്ഞു, ഒരു കുന്തവും ഇല്ല.